എൻ്റെ വോയിസ് കേൾക്കാത്ത മലയാളികളുണ്ടാവോ? ഇല്ല ഇല്ല. ഇല്ല ആരുമില്ല. അപ്പം അത് ഒരു സന്തോഷമുള്ള Yes, yes, കാര്യമല്ലേ? yes. അതെ. ലജ്ജാവതിയും ഏത് മറ്റേ പാട്ടും നന്മയുള്ള ലോകമേ നന്മയുള്ള ലോകം. ഉറപ്പായിട്ടും മലയാളികൾ നന്മയുള്ള എല്ലാവരും ലോകം എല്ലാവരും എല്ലാവരും കേട്ടിട്ടുണ്ട്. കേട്ടിരിക്കും. അപ്പം എൻ്റെ വോയിസ് കേൾക്കാതെ മലയാളികൾക്ക് പോകാൻ പറ്റില്ല. അതെ. ഇപ്പം ഞാനൊരു പാട്ട് പാടി ഹിറ്റായി, കുറച്ച് പ്രോഗ്രാമൊക്കെ കിട്ടി. എനിക്ക് 22 വയസ്സാണെന്ന് വെച്ചോളൂ. ഉം. സാധ്യതാപരമായിട്ട് എന്നെ കൊണ്ടുപോകാനും എന്നെ സെലിബ്രേറ്റ് ചെയ്യാനും ആൾക്കാർ വരും. മച്ച് മോർ ഇൻ ടു ഡ്രഗ്സ്, ഉം. മച്ച് മോർ ഇൻ ടു സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വട്ടവർ നമ്മളിപ്പോൾ കേൾക്കുന്ന പറഞ്ഞ പോലെ ഇപ്പോഴും കാണുമ്പോഴും എനിക്ക് ആ ഇഷ്ടവും റെസ്പെക്റ്റും അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്ത സ്ഥലവും ഓർമ്മ വരും. ഉം, 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 ഉം. അത് മറന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. ഇവരെയൊക്കെ ഓർമ്മിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ വഴിതെറ്റിപ്പോവാതെ നമ്മളെ ചേർത്ത് പിടിച്ച ബാലഭാസ്കർ മറക്കാൻ പറ്റുമോ? ഇല്ല. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ അതുകൊണ്ട് ചേട്ടന് അറിയില്ലായിരുന്നു അങ്ങനെയാണ് പോവേണ്ടത്. അങ്ങനെയല്ലോ, ഒരു പാട്ട് നമ്മൾ ചെയ്ത് കാണിച്ച ആൾക്കാർ വരണ്ടേ? അങ്ങനെയല്ല എൻ്റെ yes. രീതി. കഴിവ് മെലബഡി ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു രീതി. ഇപ്പം ആരും ഈ മെനഞ്ഞാന്നൊരു റീല് കണ്ടായിരുന്നു. ആ. ഇപ്പോൾ വർക്കിന് വിളിക്കണം എങ്ങനെയെന്ന് വെച്ചാൽ എത്ര റീച്ച് ഉണ്ടെന്ന് നോക്കിയിട്ടല്ലേ അതെ വിളിക്കുന്നത്. അതെ. ആണല്ലേ? yes, yes. അല്ലേ? എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഈ റീൽസിനകത്ത് എത്ര വ്യൂസ് ഉണ്ട് അതെ. എന്ന് നോക്കിയിട്ടാണ് വിളിക്കണം. അല്ല ഞാൻ നല്ല പാട്ടുകാരനായിട്ടല്ല ഇല്ല വിളിക്കണം. ഇല്ല ഇല്ല. പാട്ടുകാരനാണെങ്കിൽ വീട്ടിൽ ഇരിക്കാം. എൻ്റെ തൊട്ടപ്പുറത്ത് മലയാളികൾ. അപ്പോൾ എന്ത് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്കൊരു അപ്കമിങ് സിംഗർ. അപ്പോൾ എനിക്ക് അപ്കമിങ് സിംഗർ എന്ന് പറയുമ്പോഴും അപ്പോഴും അപ്കമിങ് ആയുള്ളൂ എന്നൊരു മനസ്സിനകത്ത് പിടിയിട്ട. ഞാൻ വിഷമിക്കണമല്ല, സത്യം പറഞ്ഞാൽ വിഷമമല്ല, ഒരു ലജ്ജ. സന്തോഷമുണ്ട്. ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പം ശരി, ഓക്കെ, ഉള്ള മറ്റേ ആര് പറഞ്ഞ പോലെ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ചാണ്. ചേട്ടാ, ഈ ചിന്താമണി കൊലക്കേസിലെ പാട്ടില്ലേ, ആ പാട്ട് ഒരു ക്ലാസിക്കൽ ടച്ച് ഉള്ള, ചേട്ടൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണോ അങ്ങനത്തെ ആ ഒരു ടൈമിൽ പഠിച്ചാണ് ആക്ച്വലി. അതൊരു സഭാപതിക്കു വേറു ദൈവം സമാനമാകുമാതില്ലൈ, സഭാപതിക്കു വേറു ദൈവം സമാനമാകുമാതില്ലൈ, സഭാപതിക്കു വേറു ദൈവം സമാനമാകുമാതില്ലൈ. അതൊരു രൂപകതാളത്തിലുള്ള ഒരു കൃതിയാണ്. അപ്പം എന്നെ അന്ന് ആ ടൈമിൽ അത് പഠിച്ചിരുന്നു. പഠിച്ചിട്ട് ഇത് വന്നപ്പോൾ സമയത്തും ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ പുള്ളിക്ക് ഈ പറഞ്ഞ ക്യാരക്ടർ, നമ്മുടെ ചിന്താമണി എന്ന് പറഞ്ഞ ക്യാരക്ടർ LK ലൈസൻസ് ടു കിൽ, LK ലാൽ കൃഷ്ണ. കൃഷ്ണ ലൈസൻസ് ടു കിൽ. അപ്പം LKയുടെ ക്യാരക്ടർ പോലൊരു ക്യാരക്ടർ നമുക്ക് പിന്നെ കാണാൻ പറ്റില്ല. അതിന് ഈക്വലി അയാൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പം എനിക്ക് ഈ കീർത്തനം ഓർമ്മ വന്നു. സഭാപതിക്ക് ഇത് വേറെ ദൈവം സമാനമാകുമോ അതില്ലേ. അതാണ് അർത്ഥം. സഭാപതി എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ് അർത്ഥം. മഹാദേവന് തുല്യം മഹാദേവൻ മാത്രം എന്നുള്ളതാണ്. അപ്പം ആ കീർത്തനം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഒരു ഫ്യൂഷനാണ് ഞാൻ ആ ടൈമിൽ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ എടുത്തിട്ട് അതിന് എന്താണ് കുറച്ച് റാപ്പൊക്കെ ചെയ്യുന്നത്. സുഗീത മേനോനാണ് അത് റാപ്പ് പാടിയിരിക്കുന്നത്. ആ ഒരു ടൈപ്പ് ക്ലാസിക്കൽ ആൻഡ് റാപ്പ് മിക്സ്. റാപ്പൊക്കെ ഞാൻ 2006 ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2008 ഡോൺ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അതിനകത്തും എനിക്കോട് ഫുൾ ഇംഗ്ലീഷ് റാപ്പായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് ആ സമയത്തുള്ള ഇംഗ്ലീഷ് കൂടെയാണ്. ഇപ്പോഴും വളരെ ഇതൊന്നുമല്ല, എങ്കിലും ആ ടൈമിൽ അത് പാടിയിരുന്നു. ബിക്കോസ് ബ്ലാസെ എന്ന എൻ്റെ സുഹൃത്താണ്, നമ്മുടെ റഹ്മാൻ സാറിൻ്റെ ബ്ലാസെ. അപ്പം ഈ പർട്ടിക്കുലർ പാട്ട് പാടുന്ന സമയത്ത് ദിലീപ് ഏട്ടനെ മീറ്റ് ചെയ്തു. അപ്പം ഷായ് സാർ പറഞ്ഞു നീ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് പാടിച്ചോളാൻ പറഞ്ഞു. അപ്പം ദിലീപ് ഏട്ടനെ കൊണ്ട് കേൾപ്പിച്ചപ്പോൾ ദിലീപ് ഏട്ടൻ പറഞ്ഞു ഇതാരാ പാടുന്നത്. ഞാൻ പറഞ്ഞു 2 സജഷൻസ് പറഞ്ഞു. കുഴപ്പമില്ല നീ പാടിക്കുമെന്ന് പറഞ്ഞു. അടുത്ത് ഇംഗ്ലീഷാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് അത് കുഴപ്പമില്ല പാടാം. അപ്പം ഞാൻ ബ്ലാസ് വിളിച്ച് ഇംഗ്ലീഷ് പാടാൻ പറഞ്ഞു. അപ്പം ബ്രോ സോലെങ്ക ബ്രോ വാട്ട്സ് ഗോയിങ് ഓൺ വാട്ട്സ്ആപ്പ് എന്നൊക്കെ പറഞ്ഞു. പുള്ളി അവിടെ നിങ്ങൾ സംസാരിക്കും. സംതിങ് ലൈക്ക് ഇങ്ങനെ ഒരു ഐ വോണ്ട് ടു സിങ് സംതിങ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ എനിക്ക് മച്ച് എന്താണ് എനിക്ക് പ്രൊണൗൺസിയേഷൻ ഒന്നും മച്ച് ബെറ്റർ അല്ല എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു അന്ന് നിങ്ങൾ എന്താണോ ഇതുവരെ പഠിച്ചിരുന്നത് യു ക്യാൻ റീഡ് അല്ലേ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂലേ, നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. അപ്പം നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ തന്നെയാണ് നിങ്ങളൊക്കെ പാടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഒരു കോൺഫിഡൻസ് ആണ്. അങ്ങനെ പാടിയാണ് ആ പാട്ട്. ഏതാ സ്ട്രേഞ്ചർ ഡോൺ ഡോൺ മാൻ വിത്ത് 1000 ഫേസസ് ഡോൺ 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 എന്ന പാട്ടുള്ള പാടി. അത് ദിലീപിൻ്റെ ഡോൺ എന്നായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്തി വന്നതാണ്. ചിന്താമണി ആ ടൈമിൽ ഒരു ഫ്യൂഷനായിരുന്നു. ഇത് കുറച്ചൊരു ക്ലാസ്, ഇതിനകത്ത് ക്ലാസിക്കലുണ്ട്. ബിക്കോസ് ഞാൻ പഠിച്ചത് കർണാട്ടിക് മ്യൂസിക്കാണ് കുഞ്ഞുനാളിലോട്ട്. അപ്പോൾ എന്ത് ചെയ്താലും ഒരു രാഗം ബേസ്ഡ് വരും, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഇപ്പം പിന്നെ കുറച്ചും കൂടെ പ്രോഗ്രഷൻ ഓറിയൻറ്റഡ് ആണ്. പിന്നെ കുറച്ചും കൂടെ എന്താ പറയാനൊരു സിറ്റുവേഷൻ. അപ്പോൾ ഓരോ ടൈമിൽ നമ്മളെ മ്യൂസീഷ്യൻസ് ചിന്ത മാറിക്കൊണ്ടിരിക്കും. ആക്ച്വലി മ്യൂസിക്കാലിറ്റി മാറും. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെയുള്ള ക്ലാസിക്കൽ ചിന്തകളൊക്കെ ആയിരുന്നു.
ചേട്ടാ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായിരുന്ന സമയത്താണ് ബാലഭാസ്കറുമായിട്ട് ഉള്ള ചേട്ടൻ്റെ കണക്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്. വളരെ സുദൃഢമായൊരു സൗഹൃദം അതെല്ലാവരുമായിട്ടുണ്ടായിരുന്നു. ബാലുവണ്ണൻ, ജാസിയണ്ണൻ, ഇപ്പം ആ ടൈമിൽ പഠിച്ച ആളാണ് തരികിട സാവണ്ണൻ, ഇവരൊക്കെ ഞങ്ങളുടെ ബാച്ചാ ഫുള്ള്. ബിഗ് ബോസ് ആയ ആള്, ഇവരൊക്കെ ഞങ്ങളുടെ ബാച്ചായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ സീനിയേഴ്സാണ്. അപ്പം അവരുടെ ഒരു ഗൈഡൻസിനകത്ത് തന്നെയാണ് ഞാൻ വളർന്നതും. അവരുടെ അലമ്പുകൾ കാണുക, അവരുടെ മ്യൂസിക്കലായിട്ടുള്ള ബെസ്റ്റ് കാണുക, അവർ കേൾപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുക. അവരാരും നമ്മളെ മിസ്ഗൈഡ് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് എന്നെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, ഇപ്പോൾ ഉള്ള നമ്മൾ പറയുമ്പോൾ ഇപ്പം ഇപ്പം ഞാനൊരു പാട്ട് പാടി ഹിറ്റായി കുറച്ച് പ്രോഗ്രാമൊക്കെ കിട്ടി. എനിക്ക് 22 വയസ്സാണെന്ന് വെച്ചോളൂ. സാധ്യതാപരമായിട്ട് എന്നെ കൊണ്ടുപോകാനും എന്നെ സെലിബ്രേറ്റ് ചെയ്യാനും ആൾക്കാർ വരും. മച്ച് മോർ ഇൻ ടു ഡ്രഗ്സ്, മച്ച് മോർ ഇൻ ടു സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വട്ടവർ നമ്മളിപ്പോൾ കേൾക്കുന്ന പറഞ്ഞ പോലെ ഇപ്പം കലാകാരന്മാർക്ക് സാധ്യത കൂടുതലാണ് നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാൻ ആൾക്കാരുള്ളൂ. അപ്പം ആ സമയത്തും ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്തും പാട്ടുകാരനാകുമ്പോഴൊക്കെ എന്നെ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ആ ടൈമിന് മുന്നേ തന്നെ എന്നെ പാകപ്പെടുത്തിയ ആൾക്കാരെന്ന് പറയുന്നത് എന്നെ വളരെ ടേക്ക് കെയർ ചെയ്ത് ഇതിനൊന്നും പോകരുത് എന്ന് സ്ട്രിക്റ്റായിട്ട് പഠിപ്പിച്ച ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നത്. ബാലഭാസ്കറാവട്ടെ, ജാസിയണ്ണനാവട്ടെ, ഇവരൊന്നും ഒരു കാര്യത്തിനകത്തും ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അപ്പം അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഇപ്പോൾ വരും. ബിക്കോസ് നമ്മളൊരു ഐ മീൻ 40s. അപ്പം ഞങ്ങളുടെ ബാച്ച് എല്ലാവരും ഇരിക്കുമ്പോഴും നമുക്ക് കുറച്ച് ആൾക്കാർക്ക് നമുക്ക് ഇതിനകത്ത് ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ മ്യൂസീഷ്യൻ ആകുമ്പോൾ പിന്നെ അറിയാമല്ലോ, വെള്ളമടി സഹജമായ കാര്യമാണല്ലോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അവിടെ അല്ലാതെ ആക്കിയത് ഇവരൊക്കെയാണ്. ബാലുവണ്ണൻ അതിൻ്റെ ഒരു മെയിൻ പങ്കുണ്ട്. എൻ്റെ അച്ഛനുണ്ട്. അച്ഛനൊക്കെ ആ ടൈമിൽ അവരങ്ങനെയാണ് അവരുടെ ഒരു സിസ്റ്റമാറ്റിക് മ്യൂസിക് ട്രെയിനിങ് അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അത് വെള്ളമടിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കേണ്ട കാര്യമില്ല, മ്യൂസീഷ്യനായിരിക്കാൻ വേണ്ടി ഇതൊന്നും ചെയ്യേണ്ടത്. നമ്മൾ മ്യൂസിക് തന്നെ ഒരു ലഹരി നമുക്ക് തരും എന്നുള്ളതൊരു ഭയങ്കര ഫീല് കിട്ടിയൊരു സ്ഥലം എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജാണ്. നമ്മളെപ്പോഴും പറയുമ്പോഴും അതിലൊരു ഭയങ്കര ഒരു പോയിൻ്റ് ഉണ്ട്. സെക്കൻഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വേൾഡ് മ്യൂസിക് കേൾപ്പിച്ച സ്ഥലം മ്യൂസിക് കോളേജാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റിയ സ്ഥലം യൂണിവേഴ്സിറ്റി കോളേജാണ്. ഒരുപാട് സഹായങ്ങൾ ഞാനിപ്പോഴും വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കാണുന്ന ഒരുപാട് ആൾക്കാരുടെ കൈകളുണ്ട് നമ്മുടെ ലൈഫിനകത്ത്. എനിക്കൊരിക്കലും കയറി വരാൻ പറ്റാത്ത സ്ഥലത്താണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1-2 പേര് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ആയിരക്കണക്കിന് കൈകളുടെ സഹായമുണ്ട്. ഞാൻ ഇന്നലെ ഞാനിപ്പോൾ ഒരു പുതിയ വീട് വെച്ചു. ആ വീടിൻ്റെ പേര് താരാപഥം എന്നാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നു. അതെ, ആ പാട്ട് എൻ്റെ മോള് പറഞ്ഞ പേര്. അപ്പം ആ വീട് വെക്കുന്ന സമയത്ത് അപ്പം വീട്ടിലെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് വരുമ്പം എൻ്റെ വീട് വെക്കുന്ന സമയത്ത് പുള്ളി എനിക്ക് കുറച്ച് ഗിഫ്റ്റ് തന്നായിരുന്നു. അത് ക്യാഷായിട്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ്, നൈസാം എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം ഞാൻ പറഞ്ഞു, നൈസാവണ്ണം വരുമ്പോൾ ആ വീടിൻ്റെ ഒരു ചുവരും നൈസാവണ്ണനാണ്, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞില്ല. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നതാണ് ഗുണങ്ങളാണ്. ഒരാളൊരു ചായ മേടിച്ചു വന്നു. ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം ഞാനും ജാസിയണ്ണനും കൂടെ വെയിറ്റ് ചെയ്യും. ആരെന്നറിയാമോ? രാജേഷ് വിജയ് എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ. രാജേഷ് അണ്ണൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചായയും വടയും വാങ്ങിച്ചു തരും. ബിക്കോസ് ആ ടൈമിൽ പഠിക്കുന്ന പിള്ളേരാണല്ലോ. അപ്പം ഡിഗ്രി ആൾക്കാർ പൈസ ഒന്നുമില്ല. അന്ന് രാജേഷ് അണ്ണൻ ഭയങ്കര ഹിറ്റാണ്. ഗാനമേളയിലൊക്കെ പാടി നല്ല പൈസയുണ്ട്. രാജേഷ് അണ്ണൻ ബൈക്കും ഉണ്ട്, നമുക്കാർക്കും ബൈക്കില്ല, നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അന്ന് ഞാനും ജാസിയണ്ണനും കൂടെ 50 പൈസ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ആ ടൈമിൽ ചായ വാങ്ങിച്ചു തരുന്ന രാജേഷ് അണ്ണൻ മറക്കാൻ പറ്റുമോ? പറ്റും. അത് ശരിയാണോ? മറന്നാൽ അല്ല, മറക്കരുത്. അപ്പം ഇപ്പോഴും കാണുമ്പോഴും എനിക്ക് ആ ഇഷ്ടവും റെസ്പെക്റ്റും അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്ത സ്ഥലവും ഓർമ്മ വരും. അത് മറന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. ഇവരെയൊക്കെ ഓർമ്മിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ വഴിതെറ്റിപ്പോവാതെ നമ്മളെ ചേർത്ത് പിടിച്ച ബാലഭാസ്കർ മറക്കാൻ പറ്റുമോ? ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇന്റർനാഷണൽ മ്യൂസിക് കേൾപ്പിച്ച് നമ്മളെ തല ഉറപ്പിച്ച് ജാസിയെ മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. ഇതൊക്കെ ഫ്രണ്ട്സാണ്. ജാസിയാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിൽ ആ ഹമ്മിങ്, ലജ്ജാവതിയുടെ ഹമ്മിങ് പാടിക്കണ ജാസിയാണല്ലോ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ആ ടൈമിൽ കമ്പോസിങ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇതെല്ലാം സംഭവിക്കണ കോളേജാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വീണ്ടും ചേച്ചി പിന്നെ ഇനി പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ലജ്ജാവതി സിനിമയിലെ ആ ഹമ്മിങ് അത് ഞാൻ പാടിയതാണ്. ഈ കുട്ടിക്ക് വേണ്ടി പറഞ്ഞാണ്. ഇത് പ്രത്യേകിച്ച് കട്ടി കിട്ടണം.
അറിയില്ലായിരുന്നല്ലോ. ഇല്ല എനിക്ക് അതാണ് നിങ്ങൾ അറിയാനിരിക്കുന്നു. പുലിമുരുകൻ അറിയണമെങ്കിൽ കാട്ടിലോട്ട് വരണം. എൻ്റെ വോയിസ് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവും. ഇല്ല ഇല്ല ആരുമില്ല. അപ്പൊ അത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അതെ, ലജ്ജാവതിയും ഏത് മറ്റേ പാട്ടും നന്മയുള്ള ലോകമേ നന്മയുള്ള ലോകമേ. ഉറപ്പായിട്ടും മലയാളികൾ എല്ലാവരും എല്ലാവരും കേട്ടിരിക്കും. അപ്പം എൻ്റെ വോയിസ് കേൾക്കാതെ മലയാളികൾക്ക് പോകാൻ പറ്റില്ല. അതെ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് എവിടെയാണ്? യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു ബർത്ത് പ്ലേസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. പിന്നെ എന്തു പറയുന്ന ഒരുപാട് നന്മയുള്ള സുഹൃത്തുക്കളുണ്ടായി. എൻ്റെ ടീമിലുള്ള ഓരോരുത്തരും, കൺഫ്യൂഷൻ ടീമിനകത്തുള്ള ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള വിനോദേട്ടൻ, ഇപ്പം എൻ്റെ കൂടെ സ്റ്റിൽ പ്ലേ ചെയ്യുന്ന ജയണ്ണൻ, JK, അനൂപണൻ, ജസ്റ്റിൻ, പിന്നെ വക്കച്ചൻ, ഇവരൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്നെ ആ ടേക്ക് കെയർ ചെയ്യണം. എൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുമ്പോഴോ ഞാൻ രക്ഷപ്പെടണമെന്ന് ആലോചിക്കുന്ന ഒരു ടീം ഉണ്ടാവുന്നു. നീ എങ്ങനെയെങ്കിലും എങ്ങനെ രക്ഷപ്പെടുന്നുള്ള അവരുടെ ഒരു പ്രയറും അവരുടെ ഒരു എന്താ പറയുക ഒരു ബ്രദർലി അഫെക്ഷനൊക്കെയാണ് എന്നെ സഹായിച്ചത് ആ സമയത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. ബിക്കോസ് ആ ടൈമിൽ എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടപ്പുണ്ടായിരുന്നു. എന്താണ്, അച്ഛന് ചെറിയ വരുമാനമുള്ള ഒരു ജോലിയായിരുന്നു. ഈ പാട്ട് പഠിപ്പിക്കലൊക്കെ ഉള്ളൂ. അനിയത്തി ഉണ്ടായിരുന്നു. അമ്മ മരിച്ചു എൻ്റെ. ആ ടൈമിൽ ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. ഞാൻ എന്താവും ഏതാവും ഇനിയിപ്പോൾ ചാവണോ ജീവിക്കണം എന്നുള്ളൊരു കണ്ടീഷനിലൊരു ഡാർക്കസ്റ്റ് പീരീഡിൽ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അജിത് സാർ എന്ന് പറയുന്ന ആളുണ്ട്, നാസർ അണ്ണൻ, ഇവരൊക്കെ സ്റ്റിൽ എൻ്റെ അടുത്ത് കോൺടാക്റ്റുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ ഓരോ സ്റ്റെപ്പിലും ഓരോരുത്തരും എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ. അപ്പോൾ നമുക്കൊരിക്കലും ഇതൊന്നും മറന്ന് ഇഗ്നോർ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കോളേജ് എന്ന് പറയുന്ന സ്ഥലവും എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഇടമായിട്ട് തന്നെയാണ്. കന്നഡ സിനിമയിലൊക്കെ പാടി. അതെ, അത് അവിടേക്കൊക്കെ അതറിയാമല്ലോ അല്ലേ? അത് വായിച്ചു ഇതില് എന്താണ് കന്നഡ സിനിമ എന്താണുള്ളത്? വീണ്ടും ചേച്ചി പിന്നെ റേഡിയോ മിർച്ചി സിംഗർ അവാർഡ് വെച്ചിട്ടില്ലേ? സിംഗർ അവാർഡ്. അതറിയാം. അത് വിക്കിപീഡിയയിൽ ഉള്ളതുകൊണ്ട് ടൈപ്പ് ചെയ്ത് നോക്കി അടിച്ചു. ഇപ്പോഴത്തെ ജെൻസിയുടെ പ്രശ്നമാണ് എന്ന് വെച്ചാൽ ആള് അറിയില്ല എങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ആണല്ലേ? ശരി. ഞാൻ ഈ സുരേഷ് ഗോപിയുടെ ചിന്താമണി കൊലക്കേസിലെ പാട്ട് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കും. സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. എന്നും കേൾക്കും. എനിക്ക് എങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ഈ എന്താണ് റവന്യൂ ഒക്കെ വരുമല്ലോ. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെറൈറ്റി പാട്ട് അത്. കന്നഡ 2010 ഈ സംഭവം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ അന്ന് ഏകദേശം 2005 തുടങ്ങി 2010 ആയപ്പോഴേക്കും എനിക്ക് മതിയായി. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ ഈ ചിന്താമണി ടൈഗറിൻ്റെ ഒക്കെ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, 22ാമത്തെ വയസ്സ് ചെയ്ത പാട്ടുകൾ ഇതൊക്കെ. അപ്പം അതിനകത്തൊരു കഴിവില്ലാത്ത ആൾ ചെയ്തതായിട്ട് നിനക്ക് തോന്നുന്നുണ്ട്? ഇല്ല, എന്തൊക്കെ അറിയാന്നുള്ള ഒരാളാണല്ലോ ഇത് ചെയ്യണത്. അപ്പം ഞാനും എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കണത്. എനിക്കെന്തോ അറിയാം, ഞാനൊരു സംഭവമാണല്ലോ ഞാൻ തോന്നുന്നതാണ് എനിക്ക് ഉള്ളിൽ. അപ്പം എൻ്റെ കഴിവ് കണ്ടിട്ട് എനിക്ക് ചാൻസ് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കണത്. ഇൻഡസ്ട്രിയിൽ, മലയാള ഇൻഡസ്ട്രിക്കകത്ത് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ കഴിവിട്ടിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കും. പക്ഷേ അത് മാത്രം പോരായിരുന്നു. മാർക്കറ്റിംഗ് സൈഡ് വളരെ വീക്കായിരുന്നു. ഞാനൊരു സാധാരണ ഫാമിലി തിരുവല്ലത്തുള്ളൊരു സാധാരണ ചെറുക്കനല്ലേ. അപ്പം അതിൻ്റെ ആയിട്ടുള്ള കുറേ കുറവുകളുണ്ടായിരുന്നു. കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല. കൃത്യമായിട്ട് ആൾക്കാരെ പോയി കാണണമായിരുന്നു, ചാൻസ് ചോദിക്കണമായിരുന്നു, CD കൊണ്ടുകൊടുത്ത് അപേക്ഷിക്കണമായിരുന്നു. അതൊന്നും പറ്റില്ല ആ സമയത്ത്. അതുകൊണ്ട് അറിയില്ലായിരുന്നു അങ്ങനെയാണ്. അങ്ങനെയല്ലല്ലോ, ഒരു പാട്ട് നമ്മൾ ചെയ്ത് കാണിച്ചാൽ ആൾക്കാർ വരണ്ടേ? അങ്ങനെയല്ല എൻ്റെ ഒരു രീതി. കഴിവ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു മെനഞ്ഞാന്നൊരു റീല് ഉണ്ടായിരുന്നു. ഇപ്പൊ വർക്കിന് വിളിക്കണം എങ്ങനെയാന്ന് വെച്ചാൽ എത്ര റീച്ച് ഉണ്ടോ നോക്കിയിട്ടല്ലേ വിളിക്കണം. ആണല്ലേ? അല്ലേ? എത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഈ റീൽസിനകത്ത് എത്ര വ്യൂസ് ഉണ്ട് നോക്കിയിട്ടാണ് വിളിക്കണം. അല്ല ഞാൻ നല്ല പാട്ടുകാരനായിട്ടല്ല വിളിക്കണം. പാട്ടുകാരനാണെങ്കിൽ വീട്ടിൽ ഇരിക്കാം എന്നുള്ളതായി. റീച്ചില്ലെങ്കിൽ വിളിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻഡസ്ട്രി മാറി. അത് സാധാരണ എന്താ പറയാൻ, കഴിവ് എന്ന് പറയുന്നതൊരു മാനദണ്ഡം സെക്കൻഡറി ആവും. അതെനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. ഞാൻ ചിന്തിച്ചിരുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ ഒരിക്കലും ഒരാളും പറയരുത് ഇവനൊക്കെ എന്തിനാ പാടുന്നതെന്ന് പറയരുത്. അതിനുവേണ്ടി എന്ത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ കട്ട പ്രാക്ടീസ് ഇരുന്ന് ഇപ്പോൾ സ്വരങ്ങൾ പാടുന്നു, മറ്റു മറിക്കുന്നു. അടുത്ത ആഗ്രഹം എന്തായിരുന്നു അറിയാമോ? ഒരു സ്റ്റുഡിയോ തുടങ്ങണം. ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. റെക്കോർഡ് ചെയ്യണം, മിക്സ് ചെയ്യണം, കീബോർഡ് വായിക്കണം, പ്രോഗ്രാമിങ് ചെയ്യണം. ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണം. അതിന് വർക്ക് ചെയ്തിരുന്നു. അല്ലാതെ ഇതിൽ നിന്ന് എന്ത് പൈസ ഉണ്ടാക്കാം, ഇത് നമുക്ക് നാളെ
5 ഫ്ലാറ്റ് മേടിക്കാം, മലയാളത്തിൽ നമ്പർ ഉണ്ടാവാന്ന് പറഞ്ഞൊരു ചിന്തയും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്തയില്ല. അപ്പോൾ ഈ ഇതൊക്കെ ചെയ്തു വരുമ്പോഴേ ഞാൻ വിചാരിക്കുന്നത് എനിക്കിതൊക്കെ ചെയ്യാൻ അറിയാമല്ലോ, അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വർക്ക് തരണ്ടേ. പക്ഷെ ആരും തന്നില്ല. ആ ടൈമിലൊരു ഗ്യാപ്പ് വരുന്നു. അപ്പോൾ ഒരു 2010 ഒക്കെ ആയ സമയത്തേക്ക് ഞാൻ പ്രോഗ്രാമിങ് ചെയ്യാം, അത്യാവശ്യം നല്ല പ്രോഗ്രാമറായിരുന്നു. അപ്പോൾ ജാസിയുടെ ഒരു വർക്ക്, കന്നഡ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് പോയി എല്ലാം ഫുള്ള് സിസ്റ്റമൊക്കെ അറേഞ്ച് ചെയ്തു. 4 പാട്ടൊന്ന് ചെയ്യണമായിരുന്നു. അപ്പോൾ 4 പാട്ടിൽ 3 പാട്ട് ചെയ്തു. ഈ ഷൈലു വന്ന സമയത്ത് ജാസിക്കൊരു ശാരീരിക അസ്വസ്ഥയുണ്ട്. ആ സമയത്ത് ജാസി പറഞ്ഞു ഞാൻ കിടന്ന് ഉറങ്ങാം. അപ്പോൾ ജാസിക്ക് ഞാനുണ്ടെങ്കിൽ ഭയങ്കര മടി കൂടും. ജാസി ഉണ്ടെങ്കിൽ മടി കൂടുന്ന ഒരു എഞ്ചിനാണ് ഞാൻ. അപ്പോൾ ജാസി എന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് ട്രാക്ക് ഒന്ന് പാടി വെച്ചേക്ക്, ഞാൻ കിടന്ന് ഉറങ്ങാം, രാവിലെ അമ്മമാർ വരുമ്പോൾ കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറയാം. ഈ പർട്ടിക്കുലർ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ಶೈಲು ಅರಿ ಶೈಲು ನನಗೇನಾಯ್ತು ಹೇಳು, ಏನೋ ಕುಡಿದೇನೆ തേലങ്കായ്തല്ലേ. അങ്ങനെ ഒരാൾ സിമ്പിളായിട്ടുള്ളൊരു ഫോക്ക് ഇഷ്ടമാണ്. കന്നഡ പടമാണ് ഇത്. ശൈലു റീമേക്കാ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് രാത്രി, അപ്പം സഞ്ജയ് സാറിന് ഒരാളാണ്, പുള്ളിയോട് ചോദിച്ചു ഈ ശൈലു അരെ നീനായ്ത്തു ഹേളു എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കുമ്പോൾ പുള്ളി അർത്ഥം പറഞ്ഞു. അപ്പം ഞാൻ മേളിൽ എഴുതും. ഞാൻ ഹിന്ദിയിലാണ് എഴുതുന്നത് ആ സമയത്ത്. ഹിന്ദിയിൽ എഴുതിയിട്ട് പാടി. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇതെങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒരു ട്രാക്കല്ല, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പ്ലസ് ആക്കി തരാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാൻ പറയാം, പുള്ളി അന്ന് അസിസ്റ്റൻ്റ് എസ് നാരായൺ സാറിൻ്റെ, പാടാൻ പറഞ്ഞു. ഞാൻ രാത്രി കട്ടക്കിരുന്ന് പാടി. അപ്പോഴാണ് ഞാൻ നമ്മുടെ ഒരു മ്യൂസിക്കാലിറ്റിയും നമ്മുടെ ഇഷ്ടമൊക്കെ വെച്ചിട്ട് പാടുക. രാത്രി ഹോട്ടലിനകത്തിരുന്നാണ് പാടുന്നത്. പാടി രാവിലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗണേഷും അവിടുത്തെ ഏറ്റവും വലിയ ഡയറക്ടർ ജോഷി പോലത്തെ ഡയറക്ടറാണ് പുള്ളി അവിടെ, എസ് നാരായൺ, ഭയങ്കര ഹിറ്റാണ്. ഇവർ രണ്ടുപേരും കൂടെ വരുന്നു ഈ പാട്ട് കേൾക്കാൻ വേണ്ടി. അപ്പം ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ഞാനല്ലേ ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ എല്ലാം പ്രോഗ്രാം ചെയ്ത്. അപ്പം ജാസിയുടെ വന്നു, പാടിയോ ഇല്ലെന്ന് പോലും ജാസി കണ്ടില്ല. ജാസി ആ പാട്ടൊന്നും ഇടുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പ്ലേ ചെയ്തു. ഇവർ രണ്ടുപേരും നിന്ന് കേൾക്കുന്നു. കേട്ട് കഴിഞ്ഞപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ ഒരു തമിഴിലാണ് സംസാരം, തമ്പി പ്ലേ ഇറ്റ് ഓൺ മോർ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പ്ലേ ചെയ്തു. അപ്പം എനിക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പം എസ്താനും ചോദിച്ചു തമ്പി ഇത് യാർ പണ്ണത് ചോദിച്ചാൽ പറഞ്ഞു. അപ്പം ജാസിയാണ് ഇങ്ങനെ എന്നിട്ട് ലോ ലാവൻ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ അവസ്ഥ, ഞാൻ അവിടെ ഇരിക്കുക. അപ്പോൾ പറഞ്ഞു ഇവരിൽ രണ്ടുപേരും കൂടെ അങ്ങ് പുറത്തിറങ്ങി. ഈ എസ് നാരായണനും ഗണേഷും കൂടെ റൂമിന് പുറത്തോട്ടിറങ്ങി ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ജാസിയാണ് പറഞ്ഞ് സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിട്ട്, നീ ഒരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇത് പാടിക്കാൻ റൂപ് കുമാർ റാത്തോഡ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിംഗറാണ്, ഞാൻ പോവാം. നോർമലി ജാസിയുടെ പാട്ടുകളൊക്കെ ആ ടൈമിൽ അതിന് മുന്നേ തന്നെ 2006 സ്നേഹത്തുമ്പി, 100 ആശകളൊക്കെ ഞാനാ പാടിക്കണേ. ചിത്ര ചേച്ചി, യേശുദാസിനെയൊക്കെ പാടിച്ചുകൊണ്ടിരുന്ന ഞാനാ. ഇത് പാടിക്കാനും ഞാൻ പോകും. ട്രാക്കൊക്കെ ഞാനാ പാടിക്കണം. സ്നേഹത്തുമ്പിയുടെ ട്രാക്ക് ഞാനാണ്, ലജ്ജാവതി ട്രാക്ക് ഞാനാണ് ആദ്യം പാടിയത്, ഗ്യാസിയല്ല. അപ്പൊ ഇതെല്ലാം ഞാൻ എൻ്റെ അണ്ടറിലാണ് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതും ഞാൻ പാടാം, റൂപ് കുമാറിനെ കാണാമല്ലോ എനിക്ക്, മറാത്തോണ്ടെ കാണാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ നീ പോ, ഞാൻ ബോംബെ ടിക്കറ്റ് ഇടാന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഡിസ്കസ് ചെയ്തിട്ട് അകത്ത് കയറി വന്നിട്ട് ജാസി എടുത്ത് പറഞ്ഞു ജാസി ദിസ് ഇസ് സൗണ്ട് ഗുഡ്, ഒരു കാര്യം ചെയ്യാം, ഇതിങ്ങനെ ഇരിക്കട്ടെ, ഇത് മാറ്റി പാടണമെന്ന് പറഞ്ഞു. ഞാൻ ഹോട്ടലിനകത്ത് ഇരുന്ന് പാടിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും കൂടെ മാറ്റി പാടാം, ഹോട്ടലിനകത്ത് നിന്ന് റെക്കോർഡ്. നോ കീപ് ഇറ്റ് ലൈക്ക് ദിസ് ഇസ് ദ ഫൈനൽ എന്ന് പറഞ്ഞു. ഞാൻ രാത്രി പ്ലാൻ ചെയ്താണല്ലോ ഇത്, നടന്നു, സംഭവം നടന്നു. അപ്പോൾ ജാസി ഇതിപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോൾ ജാസിക്ക് എളുപ്പം റൂപ് കുമാറിനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി എനിക്ക് അവിടുത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിൽ ഒരു പാട്ടും കിട്ടി. ഞാനിത് ആ സംഭവം സെറ്റ്. അപ്പം ഞാൻ നല്ല ഇങ്ങനെ ഭയങ്കര സൂത്ത് എൻ്റെ മിക്സിങ് അടിപൊളിയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. ഞാൻ ഇങ്ങനെ നമ്മളെ ഒരുക്കുന്ന അറിയാമല്ലോ, നമ്മൾ പോയി നന്നായിട്ടല്ലേ ഡ്രസ്സപ്പ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മേക്കപ്പിൽ അടിപൊളിയാണ്, എൻ്റെ വോയിസിൻ്റെ മേക്കപ്പിൽ നന്നായിട്ട് കേൾപ്പിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ അങ്ങനെ ആ പാട്ട് സെലക്ട് ചെയ്ത് എൻ്റെ പേരിലായി. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എസ്താനോ ചോദിച്ചു, എൻ്റെ വാട്ട്സ് യുവർ നെയിം തമ്പി ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എൻ്റെ പേര് ഷാൻ എന്നാണ്. ഷാനാ? അപ്പോൾ ആ പടത്തിൽ ഓൾറെഡി ഷാൻ 2 പാട്ട് പാടിക്കഴിഞ്ഞു. ഏതാ? ഹിന്ദിയിലെ ഷാൻ, ശന്തനു പാടിക്കഴിഞ്ഞു 2 പാട്ട്. അവിടെ ഭയങ്കര ഹിറ്റാണ്. സോനു നിഗം ഹിറ്റാണ്, ശ്രേയ ഘോഷൽ ഭയങ്കര ഹിറ്റാണ്. അയ്യോ ആ സമയത്ത് 2010 മുന്നേ ഹിറ്റാ. അപ്പോൾ പറഞ്ഞു ശന്തനു ഓൾറെഡി ഉണ്ട്, ഈ 2 ട്രാക്ക് ഉണ്ട്, സോ വാട്ട് വിൽ ഡു? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാർ, സ്പെല്ല് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു SHAAN, ചിന്താമണിയിലൊക്കെ വെച്ചിരിക്കുകയല്ലേ എൻ്റെ പേര്. അന്ന് ഞാൻ എനിക്കുള്ള 2007-2008 ഡോൺ ചെയ്തു, ഡിറ്റക്റ്റീവ്, അത് കഴിഞ്ഞ് ഡിറ്റക്റ്റീവിൻ്റെ ടൈറ്റിൽ സോങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സൗണ്ട് ഓഫ് പൂട്ട് എന്ന് പറഞ്ഞു ആ പടമൊക്കെ ചെയ്ത് കഴിഞ്ഞു, ആ സുരേഷ് ഗോപിയുടെ. പിന്നെ
കേരള കഫേ ആന്തോളജി. ആന്തോളജി അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ മ്യൂസിക് ഒക്കെ അപ്പൊ എന്റെ പേര് ഓൾറെഡി ഒന്ന് നെറ്റിലൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, ഒന്ന് അനങ്ങി തുടങ്ങുള്ളൂ വണ്ടി. 5 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിക്കകത്തുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പേര് മാറ്റരുത്, എനിക്ക് ഇതാണ് എന്റെ പേര് ഷാൻ. അപ്പൊ അന്നും ഈ നമ്മുടെ ഇവിടുത്തെ ഷാൻ റഹ്മാനും ഉണ്ട്, അന്നും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് എന്റെ പടം വരുമ്പോ ഷാനെ വിളിച്ചു പറയും, കൊള്ളാം പറയും. പേര് ആ സമയത്തൊരു പണിയാണ്. പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കീരവാണിക്ക് മലയാളത്തിലെ പേരറിയാം, മരതകമണി എന്നാ, MM കരീം എന്നാണ് ഹിന്ദിയിലെ പേര്, അതുപോലൊരു പേരാക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എനിക്ക് എങ്ങനെയാ ഇത്ര പടം ചെയ്യാൻ എൻ്റെ പേര് പോവും, അല്ല നിങ്ങൾ ഇതിട്ട് കഴിഞ്ഞാൽ ഇവിടെ 5-6 മീൻസ് ഓൾറെഡി ഷാൻ ഇവിടെ ആയിരക്കണക്കിന് പാട്ട് പാടി അവരുടെ പേര് രജിസ്റ്റർ ആണ്. അങ്ങനെ ഞാൻ രാത്രി എൻ്റെ പേര് തപ്പി അവസാനം ഒരു പേര് കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഇഷാൻ ദേവ്. എൻ്റെ അപ്പൻ്റെ പേര് ദേവൻ എന്നായിരുന്നു, ദേവ് അതിലിട്ടു. ഇഷാൻ എന്ന് പറയുമ്പോൾ ഷാനിൻ്റെ കൂടെ അയ്യും കൂടെ ചേരുന്നുള്ളൂ. അപ്പോൾ അടുത്ത് തന്നെ ഉണ്ടല്ലോ, പേരും ചേഞ്ച് ചെയ്തു. കാസറ്റിനകത്ത് 2 പാട്ട് ഷാൻ, ഒരു പാട്ട് ശ്രേയ ഘോഷൽ, ഒരു പാട്ട് വേറെ ആരോ ഒരു അവിടുത്തെ സിംഗർ, പിന്നെ ഒരു പാട്ട് ഞാൻ, ഇഷാൻ ദേവ് എന്നാണ് പേര്. അതിട്ട് ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 2010 ആയപ്പോൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് സിനിമയേ ഇല്ല, ഫുള്ള് എല്ലാം കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങളിവിടെ പട്ടിണിയും പരിപാടിയോട്ടൊക്കെ കിടക്കുന്നതാണ്. ഞാൻ അന്നിവിടെ അത്യാവശ്യം സീരിയൽ വർക്കുണ്ട്. ആ സമയത്ത് സീരിയലിൻ്റെ വർക്ക് എന്തൊക്കെയോ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനൊരു കാര്യം ചെയ്ത്, ഞാൻ പറഞ്ഞ വല്ല ദുബായിലും പൈസ ആണല്ലോ. ഇപ്പം അന്ന് എനിക്ക് മോളായ സമയമായപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇതൊക്കെ നിർത്തിയിട്ട് അന്ന് മ്യൂസിക് പ്രോഗ്രാമർക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ദുബായിലൊരു ജോലി റെഡി ആയിട്ടുണ്ട്, 1 ലക്ഷം രൂപ സാലറി. ആ സമയത്ത് 2010 ടൈമിലാട്ടാ, 1 ലക്ഷം രൂപ സാലറി വലിയ എമൗണ്ട് അല്ലേ, കിട്ടും. പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അല്ല ഇവിടെ നിർത്തിയിട്ട് എല്ലാം കൂടെ മടക്കിയിട്ട് പെട്ടിയും എടുത്തോണ്ട്. അപ്പോൾ എനിക്ക് പ്രോഗ്രാമിങ്ങും അറിയാം, അത്യാവശ്യം പാടാൻ പറ്റും, അവിടെ പോയി എല്ലാം പാട്ട് പഠിപ്പിക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ പോകാൻ വേണ്ടി നിന്ന സമയത്ത് ഒരു കോൾ വരുന്നു ഹൈദരാബാദിൽ നിന്ന്. സാർ ഞാനിത് നിർത്താനുള്ള പരിപാടി നിന്നപ്പോൾ അവിടെ നിന്ന് കോൾ നിന്നിട്ട്, സാർ ഇതുപോലെ മിർച്ചി മ്യൂസിക് അവാർഡിൻ്റെ കാറ്റഗറിക്കകത്ത് നിങ്ങളെ പേര് നോമിനേഷൻ വന്നിട്ടുള്ളത്. നോമിനേഷൻ അങ്ങനെ വേർഡ് പോലെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ 2000 തൊട്ട് ആ ടൈമിലുണ്ട്, 2010 വർഷമായപ്പോഴാണ് നോമിനേഷൻ വരും. അപ്പം ഞാൻ എന്ത് ചെയ്ത് സന്തോഷം. അപ്പം ഞാൻ അന്ന് ഫേസ്ബുക്ക് തുടങ്ങി. ആ സമയത്ത് ഫേസ്ബുക്കൊക്കെ വന്നു തുടങ്ങി, എനിക്കുമാണ് കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഞാൻ എന്ത് ചെയ്തു, ഫേസ്ബുക്കിൽ ആയിട്ട് സോനു നിഗം, ഹരിഹരനല്ല വേറെ അവിടുത്തെ ഹരി, പിന്നെ എന്തോ വലിയ സിംഗേഴ്സൊക്കെ ഉണ്ട്, ഷാൻ, ഇവരുടെ കൂടെ. അപ്പോൾ എനിക്ക് 5 പേരുടെ പേരിൽ എൻ്റെ പേര് കൂടെ എഴുതാമല്ലോ. എനിക്ക് അതാണ് ഫേസ്ബുക്കിൽ ഞാനിട്ട് ഇവരുടെ കൂടെ എൻ്റെ പേര് നോമിനേഷൻ വന്നു. അപ്പോൾ 2 നോമിനേഷൻ, ഒന്ന് എൻ്റെ ആദ്യത്തെ പാട്ടല്ലേ. അപ്പോൾ അതിലൊരു മിർച്ചിയിൽ 2 കാറ്റഗറി ഉണ്ട്, ഒന്ന് ബെസ്റ്റ് അപ്കമിങ് സിംഗർ ഉണ്ട്, പിന്നെ ബെസ്റ്റ് സിംഗർ ടോട്ടൽ. ടൈറ്റിൽ വിന്നറും മറ്റേ ബോഡി വെയിറ്റും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം 2 വന്നു. അപ്പം ആദ്യം ഇത് 2 വന്നിട്ട് ഞാൻ പോസ്റ്റൊക്കെ ചെയ്ത് ഞാൻ ഹാപ്പിയായി. എന്തായാലും ഇതൊന്നും കിട്ടൂല, നമുക്ക് കിട്ടാൻ പോകണില്ല. അങ്ങനെ ഇട്ടിട്ട് ഇത് ചെയ്തു. അതിട്ട് കുറേ കഴിഞ്ഞ് അപ്പം ഞാൻ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ദുബായിൽ പോകണം, ഇതൊക്കെ മടുത്ത് ഇവിടെ നിന്ന് എനിക്ക് കിടന്ന് സ്ട്രഗിൾ ചെയ്യാൻ വയ്യ എന്ന് ചോദിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും അടുത്ത കോൾ വരുന്നു. സാർ ഹൈദരാബാദ് ഇന്ന ദിവസം വരാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? സാറിനൊരു അവാർഡുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കോ? ഏത് അവാർഡ്? പറഞ്ഞു ബെസ്റ്റ് അപ്കമിങ് സിംഗർ. അപ്പം മറ്റേ പാട്ട് എൻ്റെ വീട്ടിൽ മറ്റേ പാട്ടിട്ട് ഏതറിയുമോ, ദും 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 ദുവിനാദം നാദം നാദം, ആ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര ഹാപ്പി. പക്ഷെ ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടില്ലേ, ബെസ്റ്റ് സിംഗർ അപ്കമിങ് ആണ്, ഏറ്റവും ബെസ്റ്റ് അപ്കമിങ് സിംഗർ. ഞാൻ ആദ്യത്തെ പാട്ടിൽ തന്നെ കിട്ടിയല്ലോ. അങ്ങനെ ഇവിടെ നിന്ന് ഹൈദരാബാദിലോട്ട് ഫ്ലൈറ്റൊക്കെ കയറിപ്പോയി, അവിടെ സ്വീകരിച്ചു. അവിടെ ചെന്നപ്പം 3-4 കാറ്റഗറി, ഒന്ന് തെലുങ്ക്, കന്നഡ, മലയാളം, ഓരോരുത്തരും ഓരോ. അപ്പം ഞാൻ മലയാളത്തിൻ്റെ തൊട്ടടുത്താണ് കന്നഡ. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ ധനുഷ് ഉണ്ട്, അന്ന് എനിക്കിവിടെ കൊലവരിക്ക് ഹിറ്റായിട്ട് അനിരുദ്ധുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഇൻഡസ്ട്രി വന്നിട്ട് കുറേ നാളായല്ലോ. അപ്പം എന്നെക്കുറിച്ച് ഞാൻ വിചാരിക്കണം ഞാനൊരു മഹാനാണെന്നുള്ളതാണല്ലോ. എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്, ഓൾറെഡി 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് മലയാളികൾ. അപ്പോൾ എന്ത് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്കൊരു അപ്കമിങ് സിംഗർ. അപ്പോൾ എനിക്ക് അപ്കമിങ് സിംഗർ എന്ന് പറയുമ്പോഴും അപ്പോഴും അപ്കമിങ് ആയുള്ളൂ എന്നൊരു മനസ്സിനകത്ത് പിടിയിട്ട. ഞാൻ വിഷമിക്കണമല്ല, സത്യം പറഞ്ഞ വിഷമമല്ല, സന്തോഷമുണ്ട്.
ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പം ശരി ഓക്കെ ഉള്ള മറ്റേ ആര് പറഞ്ഞ പോലെ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ നിൽക്കുക. സന്തോഷമാണ് ഭയങ്കര. അപ്പം എൻ്റെ കയ്യിൽ അന്ന് 2 ഫോണുണ്ട്. ഒരു ചെറിയൊരു നോക്കിയയുടെ 3310യും വേറെ തന്നെ നോക്കിയയുടെ ഒരു ഫോണും കിട്ടും. ഈ രണ്ടും എൻ്റെ ബാറ്ററി ഇങ്ങനെ ലോ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അന്ന് ഈ ശിലാഫലകം മറ്റേ നമ്മുടെ ഒരു ലേഡി നിൽക്കണതാണല്ലോ എൻ്റെ അവാർഡ്. അപ്പം ആദ്യം എല്ലാവരും പോയി. അപ്പോൾ സുധീവണ്ണനാണ് അന്ന് മലയാളത്തിലെ ബെസ്റ്റ് സിംഗർ. എന്നാൽ തമിഴിൽ എനിക്ക് തോന്നുന്നു അന്ന് ശ്രേയാ ഘോഷലാണ്. തമിഴിൽ മെയിൽ സിംഗർ SP ബാലസുബ്രഹ്മണ്യം, ബെസ്റ്റ് സിംഗർ ഇപ്പോഴത്തെ ഫീമെയിലിൽ ശ്രേയ ഘോഷൽ. അപ്പോൾ വലിയ വലിയ പേരുകളാണ് കേൾക്കണം അവിടെ. അപ്പോൾ എനിക്ക് അപ്കമിങ് സിംഗർ കിട്ടി. അപ്പോൾ ഖുഷ്ബു വരുന്നു, ഖുഷ്ബു എനിക്ക് അവാർഡ് വരുന്നു. ഞാൻ കയറി വാങ്ങിക്കുന്നു. വന്നപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ സാധനമില്ല, ഈ ശിലോഫലകമില്ല, ഒരു തടി കഷ്ണം മാത്രം, ഒരു ബോർഡ് മാത്രം. എനിക്കാണെങ്കിൽ ഇതുപോലെ ഞാൻ ഇതും പ്രതീക്ഷിച്ചില്ലേ പോകണം. നമ്മുടെ കയ്യിൽ ഇങ്ങനെ മറ്റേ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ആ സാധനമില്ല. ഞാൻ വിഷമിച്ച് താഴെ ഇറങ്ങി നാണം കെട്ടി. ഇനി ഇതും കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ആൾക്കാർ കളിയാക്കുമല്ലോ, ഇതിൻ്റെ മറ്റേ സാധനം ഇല്ലെന്നൊക്കെ ചോദിച്ചു. അപ്പം മിസ്കാനുണ്ട് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെടുക്കാൻ മറന്നു പോയത് എൻ്റെ സാധനം. അന്ന് ആ തടി മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ താഴെ വന്നിരുന്നിട്ട് മോശം, ഇനി എന്ത് ചെയ്യും. അപ്പം ഞാൻ അപ്പുറത്ത് മലയാളത്തിലുള്ള സുധീവണ്ണൻ്റെ അവാർഡ് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കും, കയ്യിലൊക്കെ വെച്ചിട്ട്. അന്ന് ആരുടെ കയ്യിൽ സ്മാർട്ട് ഫോണൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക. എനിക്കങ്ങ് തലവേദന തുടങ്ങി. എനിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരിത് എൻ്റെ ഇത് തന്നില്ലല്ലോ, എനിക്ക് വിഷമായി. എനിക്ക് തലവേദന എടുത്ത്. അപ്പോൾ എൻ്റെ അന്ന് ഒരു ആ കൊച്ചിൻ്റെ പേരെന്താണ് ഓർമ്മയില്ല. മിർച്ചിയിലൊരു സ്റ്റാഫുണ്ട്, അവൾക്കാണ് എൻ്റെ ഡ്യൂട്ടി. എന്നെ റൂമിൽ കൊണ്ടുപോകുക, തിരിച്ചു കൊണ്ടുവരിക, അവിടെ ഇരുത്തുക എന്നൊക്കെ ഉള്ളു. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു, ഞാൻ പറയാം എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട്, എനിക്ക് റൂമിൽ പോകണമെന്ന് പറഞ്ഞു. സാർ വെയിറ്റ് ചെയ്യൂ, ഇത് 2 കാറ്റഗറികൾ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം, അല്ലെങ്കിൽ അതൊരു ഇതെല്ലാം മിസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് എനിക്ക് ഇനി എമാരൊന്ന് ഫേസ് ചെയ്യാൻ വയ്യ. ഈ തടിക്കഷ്ണം വെച്ചിട്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാവരും മോശം, എല്ലാവരുടെ കയ്യിലും മറ്റേ സാധനമുണ്ട്, എൻ്റെ കയ്യിലില്ല. ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ഇറങ്ങിയിട്ട് നടന്ന് ഏറ്റവും ബാക്കിൽ നമ്മുടെ കാണികളുടെ ഗാലറി ഉണ്ടല്ലോ, അതിൻ്റെ ഈ ആർട്ടിസ്റ്റ് ഇരിക്കുന്നതിൻ്റെ ഏറ്റവും ബാക്കിൽ അവിടെ ചെന്ന് ഈ തടിക്കഷ്ണം വെച്ച് ഞാൻ ഇരുന്നു. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നിട്ട് എനിക്ക് പോവല്ലോ വീട്ടിൽ. എനിക്ക് ഇവർ വന്നാലും എനിക്ക് കാറ് തരുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ബെസ്റ്റ് സിംഗർ കാറ്റഗറി അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം SPB തമിഴിൽ കിട്ടി, ശ്രേയ ഘോഷലിന് കന്നഡ ഫീമെയിൽ കിട്ടി, ബെസ്റ്റ് കന്നഡ സിംഗർ അടുത്ത കാറ്റഗറി വിളിക്കുന്നു. അപ്പം ഞാനവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാ പറഞ്ഞാൽ ഇത് നമുക്കറിയാമല്ലോ സോനു നിഗമാണ് എന്തായാലും. അപ്പോൾ കാറ്റഗറി ഹരി, എൻ്റെ പേര് കാറ്റഗറിക്കകത്ത്. എനിക്ക് ഓൾറെഡി എനിക്ക് അവാർഡ് കിട്ടിയില്ല, വിളിച്ച് പറഞ്ഞല്ലോ അവർ തന്നെനിക്ക് അവാർഡും കിട്ടി. ഞാൻ ഇരിക്കല്ലേ, ഹരി, ഞാൻ, സോനു നിഗം. ഫൈനൽ റൗണ്ട് വന്നപ്പം, ഫൈനൽ റൗണ്ട് എന്ന് പറഞ്ഞു വന്ന സമയത്ത് സോനു നിഗം ആൻഡ് ഇഷാൻ ദേവ്, എൻ്റെ പേര്. അപ്പോൾ എനിക്കിത് ഈ സന്തോഷം ആരത് പറയാൻ പറ്റുന്നില്ലല്ലോ. സോനു നിഗം ഇഷാൻ ദേവാ. ആദ്യത്തെ കാറ്റഗറി സ്പ്ലിറ്റായിട്ട് 2 പേര് വരുന്നു. അത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് സിംഗർ ഗോസ് ടു ഇഷാൻ ദേവ് എന്ന് പറഞ്ഞ ഒരടി. എനിക്ക് അപ്പോൾ ഈ അവാർഡ് ഉള്ളതുകൊണ്ടാണ് ആ പെണ്ണിനെ പിടിച്ച് അവിടെ ഇരുത്തിയത്, മനസ്സിലായില്ല, ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. ഞാൻ ഏറ്റവും ബാക്കിയിരിക്കുമോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് കരയണോ ചിരിക്കണോ ഒന്നും പറഞ്ഞുകൂടാ. ഞാൻ എണീറ്റു, അവിടെ നിന്ന് നടന്നു. അപ്പോൾ എനിക്ക് എന്നെ സ്പോട്ട് ലൈറ്റ് അടിക്കുമല്ലോ, അടിച്ച് ഞാൻ നടന്നു വരണവരെ. അപ്പം ഞാൻ അങ്ങനത്തെ നിന്ന് ബാക്കിൽ നിന്ന് നടന്ന് വരണ സമയം വരെ എൻ്റെ പാട്ട് അവിടെ പ്ലേ ചെയ്തു. ആക്ച്വലി അതാണ് എൻ്റെ ഗുണം. ഞാൻ ബാക്കിൽ പോയി നന്നായി ആ സമയത്ത്, ഭയങ്കര കൈയടി. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ധനുഷ് കൈ തരുന്നു ഈ പാട്ട് കേട്ടിട്ടാ. ഞാൻ കയറി, അപ്പം എനിക്ക് ശിലോഫലകം കൈ കിട്ടി, ലേഡി കൈ കിട്ടി. ശരിക്കും പറഞ്ഞാൽ അതൊരു ഗോൾഡൻ മൊമെൻ്റ് ഓഫ് ലൈഫാണ്. നമ്മൾ ലൈഫിൽ ഇതുവരെ നമ്മൾ ഒന്ന് പിന്നോട്ട് പോകുമ്പോൾ നമ്മളെ മ്യൂസിക് പറയുകയാണെങ്കിൽ നിനക്ക് എന്തൊക്കെയോ കഴിവുണ്ട്, യു ക്യാൻ ഗോ, നിനക്ക് മുന്നോട്ട് പോവാം. അപ്പം ഞാൻ മുന്നോട്ട് എടുക്കുമ്പോൾ ഒരു ചവിട്ട എൻ്റെ ബാക്കിൽ നിന്ന് ഈ അവാർഡ്. അല്ലാതെ ഞാൻ എന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം എന്നെ തിരിച്ചറിയാൻ എൻ്റെ മ്യൂസിക് എനിക്ക് തന്നൊരു പോയിൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റുകളിൽ ഒരെണ്ണമാണത്. ആ സമയത്ത് അതൊരു എന്താ പറയാൻ അവാർഡിൻ്റെ രൂപത്തിൽ വരുന്നു, ഇത്രയും ഒരു പ്രഷ്യസ് ആയിട്ടുള്ളവർ. അപ്പം എനിക്ക് 2 അവാർഡ്, ബെസ്റ്റ് സിംഗർ ഞാനാണ്, ബെസ്റ്റ് അപ്കമിങ് സിംഗർ ഞാനാണ്. അപ്പോൾ അതൊരു അടിപൊളി സ്ഥലമായിരുന്നു. എന്താ പറയുക, അന്ന് ഞാൻ സ്റ്റേജിൽ 2 പേരുടെ പേര് പറഞ്ഞിരുന്നു. അന്ന് അത് കണ്ടിട്ട് സന്തോഷ് പാൽ വിളിച്ചത്, ഞാൻ ബെസ്റ്റ് സിംഗർ അവാർഡ് കിട്ടിയല്ലേ. വേറെ ആർക്കും അറിയില്ല ആ സമയത്ത്. ഇപ്പോൾ 10 അല്ലേ ഇത്, 10 ഇപ്പോഴൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റിയത്, മലയാളികളും അറിഞ്ഞേനെ. ബിക്കോസ് അന്ന് ഫേമസ് അല്ല, ഫേസ്ബുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ബാലുവണ്ണൻ്റെ പേര് പറഞ്ഞു. ഞാൻ ആ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛനും ബാലഭാസ്കരനാണെന്ന് സ്റ്റേജിൽ പറഞ്ഞിരുന്നു. ചേട്ടൻ പിന്നെ കന്നഡയിൽ
പിന്നീട് പടങ്ങൾ വന്നിരുന്നോ? കന്നഡയിൽ എനിക്ക് തോന്നുന്നു 2-3 പടങ്ങൾ പാടിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബോറടിച്ചു കന്നഡയിൽ. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ചെന്നൈയിലോട്ടൊരു പണ്ട് തൊട്ടേ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴേ പറയും ചെന്നൈയിൽ പോകണം, സ്റ്റുഡിയോ കെട്ടണം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, 2000 എനിക്ക് തോന്നുന്നു ഒരു 12 ആയപ്പോഴത്തേക്ക് പ്ലാൻ തുടങ്ങി ഓ. ചെന്നൈ പോകണം. അങ്ങനെ ഞാൻ 2013 കഴിഞ്ഞപ്പോൾ ചെന്നൈയിൽ ഒരു സ്റ്റുഡിയോ ഞാൻ ഉണ്ടാക്കി. ഉം. ഇളയരാജയുടെ സ്റ്റുഡിയോ തൊട്ടടുത്തായിരുന്നു ആ സ്റ്റുഡിയോ. ഉം. അവിടെ പോയി ഞാൻ എൻ്റെ ഫാമിലിയും കൂട്ടി ഉം. ചെന്നൈ താമസമാക്കി, സെറ്റിലായി. സെറ്റിലായി. അവിടെ പാട്ട് പഠിത്തവും കുറച്ച് വെസ്റ്റേൺ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് തൊട്ടേ. വെസ്റ്റേൺ തിയറി പഠിക്കാൻ വേണ്ടി അഗസ്റ്റിൻ പോൾസാൻ്റെ അടുത്താണ് പഠിച്ചത്. അപ്പോൾ അത് വെസ്റ്റേൺ തിയറി പഠിക്കാൻ വേണ്ടി അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. അറ്റ് ദ സെയിം ടൈം തന്നെ ഒരുപാട് സാറൽ, പട്ടിനപ്പാക്കം ഉം. എല്ലാ അവൻസയിൽ 2008 ചെയ്തിരുന്നു. പിന്നെ ഞാൻ ആളോട് സിറപ്പ് കാണും, ജഗൻ സാറിൻ്റെ പടം, അങ്ങനെ കുറേ തമിഴ് പടങ്ങൾ അവിടെ മ്യൂസിക് ചെയ്തിരുന്നു. പിന്നെ 2020 ആയപ്പം കോവിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നത്. അങ്ങനെ ബോറടിക്കുമ്പം സ്ഥലം മാറും.